We shall now begin a new chapter, alternating current. AC or alternating current has many advantages over DC or direct current. But direct current voltage is constant, whereas in alternating current voltage ന്റെ magnitude മാറുന്നുണ്ട്, അതേപോലെ ഡയറക്ഷനും മാറുന്നുണ്ട്. അല്ലേ? Angle theta or omega t is plotted along x-axis and magnitude of EMF along y-axis. അപ്പോൾ നമ്മൾ എ സി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി കറണ്ടാണ്, അല്ലാതെ ഡി സി അല്ല. കാരണം എ സി ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ ഡി സി. അതിൽ ഫസ്റ്റ് തിങ്, എ സി വോൾട്ടേജസിനെ നമുക്ക് ഒരു വോൾട്ടേജ് ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാം യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. AC voltages can be easily and efficiently converted from one voltage level to the other by means of transformers. പിന്നെ ഇലക്ട്രിക്കൽ എനർജി ലാർജ് ഡിസ്റ്റൻസസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഇക്കണോമിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതായത് വേസ്റ്റേജ് ഓഫ് എനർജി ഒന്നും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജസ് ആയിട്ടാണ്, അല്ലേ? അപ്പോൾ അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച് നമുക്കറിയാം 11 kV ലൈൻസ് ആർ യൂസ്ഡ്. അത് കഴിഞ്ഞ് നമ്മുടെ വീടുകളിൽ എത്തുമ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് 230 volt ആക്കി മാറ്റണം. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വോൾട്ടേജ് ഹൈ ആക്കണം. അത് കഴിഞ്ഞ് വീടുകളിൽ എത്തുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 voltലേക്ക് കുറയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വോൾട്ടേജ് ലെവൽ കൂട്ടാനും കുറയ്ക്കാനും എ സി ആണെങ്കിൽ എ സി വോൾട്ടേജിനെയാണ് നമുക്ക് അതിൻ്റെ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും എളുപ്പം. യൂസിങ് ആ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. പിന്നെ നമ്മുടെ പല ഇലക്ട്രിക്കൽ ഡിവൈസസും വർക്ക് ചെയ്യുന്നത് എ സിയിലാണ്. ഓൾസോ എ സി സർക്യൂട്ടിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ സി സർക്യൂട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി, റെസണൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്, which we will discuss in detail in this chapter. So first we shall discuss about an AC circuit containing resistance only. Containing a resistor only. അപ്പോൾ ഒരു റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ട്, റെസിസ്റ്റർ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് എ സി. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ, എ സി സോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ്. അപ്പോൾ ഇതിലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. ഇത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ എ സി ജനറേറ്ററിൽ നിന്നുള്ള വോൾട്ടേജിൻ്റെ ഇ എം എഫ് പറഞ്ഞു. ഇനി ഈ സർക്യൂട്ടിൽ വെൻ വി ആർ അപ്ലൈയിങ് കിർഷോഫ്സ് വോൾട്ടേജ് ലോ, വി ഹാവ് സിഗ്മ ഐ ആർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. ഏതാണ് കിർഷോഫ്സ് വോൾട്ടേജ് ലോ? സോ ഐ ഇൻറ്റു ആർ, ഇവിടുത്തെ കറണ്ട് ഐ ആണ്, റെസിസ്റ്റൻസ് ആർ, ഈക്വൽ ടു വോൾട്ടേജ് എന്ന് പറയുന്നത് ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? ഐ എന്ന് പറയുന്നത് ഇ എം ബൈ ആർ ഈക്വൽ ടു, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇസ് എ ഇക്വേഷൻ ഓഫ് വോൾട്ടേജ്, ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇ എം ബൈ ആർ എന്നുള്ളതിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഐ എം. ഇ എം ബൈ ആർ ഈക്വൽ ടു ഐ എം. സോ ഐ എം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ സീറോ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം. സോ വി ഹാവ് ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട്. ഇപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി ആൻഡ് കറണ്ട് ഈസ് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടെ വോൾട്ടേജും കറണ്ട് ഒരേപോലെയാണ് വേരി ചെയ്യുന്നത്, സിനുസോയിഡൽ വേരിയേഷൻ ആണ്. ഇനി കറണ്ട് ഐ എം എന്ന് പറയുന്നത് ഇ എം ബൈ ആർ ആണ്, അല്ലെ? വോൾട്ടേജിന് ബൈ റെസിസ്റ്റൻസ് ചെയ്യുമ്പോഴാണ് കറണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് തീറ്റ, അല്ലെങ്കിൽ ഒമേഗ ടി ഈസ് പ്ലോട്ടഡ് അലോങ് എക്സ് ആക്സിസ്. Along the y-axis, if you are plotting voltage, ഇതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ, അല്ലെ? ഒരു പോസിറ്റീവ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് സൈക്കിൾ. അതിലെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഇ എം എന്ന് മാർക്ക് ചെയ്യുന്നത്.
ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ EM/R ആണ്. അപ്പോൾ വോൾട്ടേജിനേക്കാൾ കുറവാണ് കറണ്ട് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പീക്ക് താഴ്ത്തി വരയ്ക്കുക. This is the value of current. The maximum value of current IM. This is E equal to EM sin omega t. അതേപോലെ ഇവിടുത്തെ കറണ്ട് I equal to IM sin omega t. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ്. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും കൂടെ ചേർന്ന ഒരു ഫുൾ സൈക്കിളിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 0. അതേപോലെ വോൾട്ടേജ് വാല്യൂ ഓവർ വൺ ഫുൾ സൈക്കിൾ ആ പോസിറ്റീവും നെഗറ്റീവും കൂടെ ക്യാൻസൽ ചെയ്ത് 0 ആവും. പക്ഷെ ആവറേജ് പവർ ഈസ് നോട്ട് ഈക്വൽ ടു 0 ഓൾദോ ദ ആവറേജ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വാല്യൂസ് ആർ 0. ആവറേജ് പവർ കണ്ടുപിടിക്കാൻ വി ഹാവ് ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ്. പവറിൻ്റെ ഫോർമുല എന്താണ്? പവർ dissipated through a resistor P is equal to I square R. ഇതാണ് പവറിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഫോർമുല. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. P ഈക്വൽ ടു I എന്നുള്ളത് IM സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ IM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു R. ഇനി ആവറേജ് പവർ കണ്ടുപിടിക്കണം. Average power over one complete cycle of AC. Average we can represent like this is equal to ഇതിൻ്റെ ആവറേജ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആവറേജ് പറയുമ്പോൾ R കോൺസ്റ്റൻ്റ് ആണ്. IM എന്നുള്ള മാക്സിമം വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. IM സ്ക്വയർ R എന്നുള്ളത് കോൺസ്റ്റൻസ് ആണ്. ആവറേജ് എടുക്കേണ്ടത് we have to take the average of sin സ്ക്വയർ ഒമേഗ ടി. ഇനി സൈൻ തീറ്റ എന്നുള്ളതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ +1 അല്ലേ? അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് സൈൻ തീറ്റ ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ പറയുന്നത് -1 + 1/2 ചെയ്ത 0 ആണ്. വാട്ട് അബൌട്ട് ദ മാക്സിമം വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ? +1 ആണ് അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ മാക്സിമം വാല്യൂ ഈസ് 1. മിനിമം വാല്യൂ -1നെ സ്ക്വയർ ചെയ്താലും 1 തന്നെ, +1 സ്ക്വയർ ചെയ്താലും 1 തന്നെ. മിനിമം വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് 0. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് മിനിമം വാല്യൂ പ്ലസ് മാക്സിമം വാല്യൂ ബൈ 2, അതായത് 1/2 ആണ് the average value of sin square theta. So what will be the equation for average power? Average power is equal to IM square R into 1/2. IM square R/2. IM square R/2 ആണ് ആവറേജ് പവറിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഓരോ സർക്യൂട്ടിലും എന്തൊക്കെ അറിയണം? ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് E ഈക്വൽ ടു EM സൈൻ ഒമേഗ ടി, ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടിക്കഴിഞ്ഞാൽ we will then calculate the average power. Average power is IM square R/2. Now we are introducing a new term in order to express the AC power in the same form as DC power. DC പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. DC പവർ എന്ന് പറയുന്നത് I സ്ക്വയർ R ആണ്. അപ്പോൾ AC പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് ആവറേജ് AC പവർ കിട്ടിയത് IM സ്ക്വയർ R/2 ആണ്. ഇനി ഈ AC-യിലേക്കും DC-യിലേക്കും ഒരേപോലത്തെ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി ഇതിലിപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു /2 വരുന്നുണ്ട്. അപ്പോൾ ഒരേപോലത്തെ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി we are introducing a new term called RMS value, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ IM square/2 എന്നുള്ളതിന് പകരം we are writing it as IRMS square into R. AC power is equal to IRMS square into R. അപ്പോൾ ഇവിടെ IRMS square എന്ന് പറയുന്നത് എന്താണ്? IM square/2 ആണ്. Here we have IRMS square is equal to IM square/2. So what is IRMS?
ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് IM സ്ക്വയർ ബൈ 2 ഈക്വൽ ടു IM ബൈ റൂട്ട് 2. IM ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ IM ബൈ റൂട്ട് 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.707 1 ബൈ റൂട്ട് 2ൻ്റെ വാല്യൂ 0.707 IM. അതേപോലെ we can this is IRMS. We can also define VRMS equal to VM by root 2. VRMS equal to VM by root 2, അതായത് 0.707 VM. അപ്പോൾ we are defining a new term RMS value. RMS current എന്ന് പറഞ്ഞാൽ it is the equivalent DC current that would produce the same average power loss as the alternating current. So we have IRMS is equal to IM by root 2, VRMS equal to VM by root 2, and RMS current is the equivalent DC current which would produce the same average power loss as the alternating current. ഇനി household supply 230 volt ആണ്. VRMS എന്ന് പറയുന്നത് VM by root 2. 230 volt RMS വാല്യൂ ആണ്. 230 എന്ന് നമ്മൾ പറയുന്നത് RMS വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ പീക്ക് വാല്യൂ എത്രയാണ്? പീക്ക് വാല്യൂ വിൽ ബി ഈക്വൽ ടു റൂട്ട് 2 VM ആണ് പീക്ക് വാല്യൂ അല്ലേ? റൂട്ട് 2 ഇൻറ്റു VRMS, അതായത് റൂട്ട് 2 ഇൻറ്റു 230 ദാറ്റ് ഈസ് 1.414 റൂട്ട് 2ൻ്റെ വാല്യൂ ഇൻറ്റു 230 ചെയ്താൽ 311 വോൾട്ട്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് തീറ്റ ആൻഡ് വോൾട്ടേജ് വരയ്ക്കുമ്പോൾ ഇതിൽ ഈ പീക്ക് വാല്യൂ VM ആണ് 311 volt. The peak value is 311 volt, or it is the maximum value ആണ് 311 volt ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ we have to also draw the phasor diagram. Phasor എന്ന് പറഞ്ഞാൽ it is a rotating vector. Phasor is a rotating vector. അപ്പോൾ ഇവിടെ വോൾട്ടേജും കറൻറ്റും they are in the same phase. കാരണം they reach their maximum and minimum values at the same time. അല്ലേ, നമ്മളിപ്പോൾ വരച്ച ഗ്രാഫിൽ വോൾട്ടേജ് 0 ആകുമ്പോൾ കറൻറ്റും 0 ആണ്, വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ കറൻറ്റും മാക്സിമം ആണ്. അപ്പോൾ they reach the maximum and minimum values at the same time. So we can say voltage and current are in phase. ആൻഡ് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് കുറവാണ്. അപ്പോൾ ഇതേ ഡയറക്ഷനിൽ തന്നെ മാഗ്നിറ്റ്യൂഡ് കുറച്ചിട്ട് വരച്ചു. ഇനി ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് വോൾട്ടേജ് എങ്കിൽ കറണ്ട് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇഫ് യു ആർ ഡ്രോയിങ് വോൾട്ടേജ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ, കറണ്ട് വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ബട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ലെസ്.